നമ്മൾ ഈ മൂവി ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് തോട്ട് ആ സമയത്ത് ഹായ് എനിക്ക് സ്കൂളിൽ പോകണ്ടല്ലോ എന്നായിരുന്നു എൻ്റെ തോട്ട്. അങ്ങനെ ആലോചിച്ചില്ല, അതോ ഞാൻ സിനിമ ചെയ്യാൻ പോവുകയാണ്, ഇനി ഞാൻ ഇവിടെ ഒരു കലക്ക്, അതൊന്നും ഞാൻ ഹണ്ടിലെത്തുമ്പോൾ അത്രയും കാലം ഒരു ആക്ഷൻ മൂവി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡയറക്ടർ ഹൊറർ ഫിലിം ചെയ്യാൻ വരാണ്. സോ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ടായിരുന്നു. ഷാജി കൈലാസ് സാർ ഒരു ഹൊറർ കൊണ്ടുവരുന്നു. സാർ ഇത്രയും നമ്മൾ തീപ്പൊരി സിനിമകൾ ഇത്രയും നമ്മൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെങ്കിൽ ഒരു പ്രേതത്തിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഞെട്ടും. കുറിഞ്ഞു മറിയും ജോസ് എന്ന് പറയുന്ന ഒരു സിനിമ, അതെനിക്ക് നല്ല പുഷ് കിട്ടിയൊരു സിനിമ. ആഫ്റ്റർ ലോങ് ടൈം നല്ല അപ്രിഷിയേഷൻ കിട്ടിയ സിനിമയാണ്. എന്നെ സംബന്ധിച്ച് എന്നേക്കാൾ സീനിയർ ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ പഠിക്കുന്ന ഓരോ പാഠങ്ങൾ പോലെയാണ്. കുറെ ഉണ്ട് പഠിച്ച പാഠങ്ങളൊന്നും പുറത്ത്. കമൽ സാറിന്റെ മുമ്പ് ചെയ്ത സിനിമകൾ പോലും ഞാൻ അത്രയ്ക്ക് അധികം ആലോചിച്ചിട്ടുള്ള ഒരാളൊന്നുമില്ല. അങ്ങനെ ആ മൂവി ഞാൻ ചെയ്തിട്ട് അതിലൊരു സ്റ്റേറ്റ് അവാർഡ് മെൻഷൻ വന്നപ്പോൾ ആ സമയത്ത് സന്തോഷം എന്നല്ലാതെ അതിൻ്റെ ഒരു വെയിറ്റേജ് ഒന്നും നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. ഇവൻ ചെറിയ റോളാണെങ്കിൽ പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഹാപ്പി ആയിരിക്കും. ഞാൻ ചിലപ്പോൾ ചില സിനിമകൾ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ആ വർക്ക് എൻ്റെ പാഷനാണ് സിനിമ ചെയ്യാന്നുള്ളത്. ഷാജി കൈലാസ് ചിത്രമായ ഹണ്ടിന്റെ വിശേഷങ്ങളുമായിട്ട് ടീം നമുക്ക് ഒപ്പമുണ്ട്. രാഹുലുണ്ട്, ഡെയിനുണ്ട്, ഭാവന, അതിഥി, ചന്തുനാഥ്. ഇപ്പോഴും കുറേ സിനിമകളിൽ തുടർച്ചയായിട്ട് കാണുന്നുണ്ട്. സീക്രട്ട് ഹോമിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് രസമാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാർ ചെയ്യാൻ ചിലപ്പോൾ ഇൻഹിബിഷൻസ് ഉണ്ടാവും, അങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യണ്ടെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് തന്നെ ഇത് ചൂസ് ചെയ്തതിൻ്റെ പിന്നിൽ എന്താണ് ആ ബുദ്ധി? അതിപ്പോൾ അത് ഒരു ക്യാരക്ടർ അല്ലേ. ഞാൻ എൻ്റെ പേരും എൻ്റെ സ്വത്വത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തിയില്ല നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പോൾ ആ ഡയറക്ടർ ഒന്ന് എൻ്റെ ഇത് കഥ പറഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് അവസാനം പറഞ്ഞു ഒരു ചെറിയ കാര്യമുണ്ട്, അത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. വലിയ കാര്യം പോലെ എന്തോ വലിയ സംഭവം പോലെ കേൾക്കുന്ന സമയത്താണ് പുള്ളി ഇതാണ്. എനിക്ക് വലിയ പ്രശ്നമായിട്ട് അത് തോന്നിയില്ല, പുള്ളിക്കാരിക്കും തോന്നിയില്ല. അത്രേ ഉള്ളൂ. എന്താണ് പറയും, ഞങ്ങളും കൂടെ കേൾക്കട്ടെ വിശേഷം. വേറെ കാര്യം പറയാൻ സമ്മതിക്കില്ല. അല്ല, നമ്മൾ നിങ്ങളുടെ പേരിനെ പറ്റി പറയായിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ് നെയിം, രജനീഷ്. സച്ച് എ സ്ട്രോങ് നെയിം. അച്ഛനമ്മയ്ക്ക് അറിയില്ലായിരുന്നു, ഓഷയെ അറിയില്ലായിരുന്നു. എവിടുന്നോ ഈ രജനീഷ് എന്ന പേര് കേട്ടു. പിന്നീട് ചെറുപ്പത്തിൽ എനിക്ക് കളിയാക്കൽ കിട്ടി തുടങ്ങിയപ്പോഴാണ് ഇത് ഏതാണ്ട് ഗുരുവാണ് എന്നൊക്കെ, ഏതിൻ്റെയൊക്കെ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കൽ കേട്ടപ്പോഴാണ് ഞാൻ പോയി അന്വേഷിച്ചത് ആരാണെന്നുള്ളത്. ഹണ്ട് ശരിക്കും ഷാജി കൈലാസ് പടങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പം സ്ഥലത്തെ പ്രധാന പയ്യൻസ് മുതൽ ഇങ്ങോട്ടിങ്ങ് വന്ന് തലസ്ഥാനം വരുന്നു. അവസാനം നമ്മൾ ഈ കിങ് ആൻഡ് കമ്മീഷണർ കണ്ടിട്ട് ഇങ്ങനെ കോരിത്തരിച്ചൊരു കാലമുണ്ട്. പുള്ളി ഇപ്പോഴും സിനിമകൾ വിജയിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പം അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുന്ന ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത്? ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിലൊരു ഹൊറർ എലിമെന്റ് ഉണ്ട്. ഞാനും ഷാജി സാറിന്റെ 90s ഫിലിംസിന്റെ വലിയ ഫാനാണ്. ഇപ്പോഴും ഭയങ്കര റിപ്പീറ്റഡ് വാല്യൂ ഉള്ള മൂവി ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് എന്ന് പറയുന്നത്. സോ ആ കൈൻഡ് ഓഫ് മൂവീസിൻ്റെ ഒക്കെ ഭയങ്കര ഫാനാണ് ഞാൻ. നമ്മളെല്ലാവരും ആക്ച്വലി അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഡയലോഗ്സും ഐക്കോണിക് ഡയലോഗ്സ് ആണ്. നമ്മളൊക്കെ ഇപ്പോഴും പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴും വെറുതെ ഉപയോഗിക്കുന്ന ഡയലോഗ്സ് ആണ്. സംസാരിക്കാൻ നമ്മൾ ഇപ്പോൾ വരുന്ന ആർട്ടിസ്റ്റുകൾ പോലും ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്ന കൈൻഡ് ഓഫ് ഡയലോഗ്സ് ആൻഡ് മൂവീസ്. 90s മൂവീസിൻ്റെ ഞാൻ വലിയൊരു ഫാനാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഷാജി സാറിൻ്റെ കൂടെ ചിന്താമണി ചെയ്തു. ചിന്താമണി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജസിലാണ് ഞാൻ ഷാജി സാറിൻ്റെ പോയത്. അപ്പോൾ അന്ന് ഇപ്പോൾ ഇന്നൊക്കെ പോലെ നമ്മുടെ അടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ മൂവി ചെയ്യുന്നത്. കൂടുതൽ എൻ്റെ അച്ഛനെ ആയിരിക്കും വിളിക്കുക. സോ ഏതെങ്കിലും ഒരു മാനേജർ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ ഷാജി സാറിൻ്റെ ഒരു പടമുണ്ട്, അപ്പോൾ ഭാവനയോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ഡേറ്റ് ഉണ്ട്. അത് ഓക്കെ ആകുമ്പോഴാണ് നമ്മൾ ഒരു മേ ബി ഫോണിൽ കൂടെ ഒരു ഔട്ട്ലൈൻ തരുന്നത്, ഇതാണ് ക്യാരക്ടർ എന്നുള്ളത്. അല്ലാതെ നമ്മൾ ഫസ്റ്റ് സീൻ തൊട്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇതാക്കി തരുന്ന പോലെ ഒന്നും അന്ന് നമ്മൾ ഇത്രയും സീനിയേഴ്സിൻ്റെ അടുത്തൊന്നും നമുക്ക് ചോദിക്കാനും പറ്റില്ല. അവരങ്ങനെ ആരും പറയില്ല അങ്ങനെ. സോ അങ്ങനെ പോയി ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസങ്ങളിലുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ചെയ്യുന്നത് ശരിയാണോ, വഴക്ക് കേൾക്കോ എന്നൊക്കെയുള്ള. പക്ഷെ അന്നേ ഒരു 3-ാമത്തെ ഒക്കെ ദിവസം തൊട്ട് എന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ബിക്കോസ് ഞാൻ മാറിയത് ഇപ്പം ഞാൻ നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വപ്നക്കൂട് ചെയ്തു. സോ അതിലൊക്കെ എനിക്കൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റിയ കുറേ കോ ആക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഞാനിങ്ങനെ എൻ്റെ ക്യാരക്ടറും അങ്ങനെയാണ്. മാറിയിരിക്കുമ്പോഴത്തേക്കും ഷാജി സാർ നീ എന്താ മാറിയിരിക്കുന്ന ഇവിടെ വാങ്ങുന്നുണ്ട്, ഇവിടെ ഇരുത്തി മോണിറ്ററിന് ഇവിടെ ഇരിക്കും നോക്ക് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ കംഫർട്ടബിളായി ഭയങ്കരമായിട്ട്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹണ്ടിലെത്തുമ്പോൾ അത്രയും കാലം ഒരു ആക്ഷൻ മൂവി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡയറക്ടർ ഒരു ഹൊറർ ഫിലിം
ചെയ്യാൻ വരാണ്. സോ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിംഗ് പാറ്റേൺ ഒന്നും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഒരുപാട് അങ്ങനെയൊന്നും തോന്നിയില്ല. ഇറ്റ് വാസ് നൈസ് വർക്കിംഗ് വിത്ത് അഗൈൻ. ഒരു നമ്മൾ കാണുന്ന ഒരു സീരിയസ് ഒരു പേഴ്സണേ അല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് ടു വർക്ക് വിത്ത്. ആൻഡ് ഹണ്ടിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിലൊരു ഹൊറർ ടച്ച് ഉണ്ട്, ഒരു ഹൊറർ അതിൽ ഉണ്ട്. ബാക്കി ടൈം പറയും. ഡെയിൻ ശരിക്കും ഹണ്ട് എന്താണ്? ഇതെന്ന് വെച്ചാൽ പുതിയ കാലഘട്ടത്തിന്റെ സിനിമ കാണുന്ന ഒരാളാണ് ഡെയിൻ. അപ്പോൾ ഹണ്ട് എങ്ങനെയായിരിക്കും? അതിൻ്റെ ഒരു പാറ്റേൺ എന്താണ്? എന്തൊക്കെയാ സംഭവം? നമ്മളെ പേടിപ്പിക്കൂ. തുടങ്ങി ഡെയിൻ. ചിരിക്കല്ലേ? അല്ല, ചേച്ചി പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. ചേച്ചി എന്ത് പറയുന്നു അത് പറ്റില്ല. ചോദ്യത്തിന് ഞാൻ എല്ലാം കവർ ചെയ്ത് വേണ്ടി. അല്ലല്ല, പിള്ളേരാണ് ഏറ്റെടുക്കേണ്ടതെന്നുള്ളത് ഓൾറെഡി തന്നെ ഭാവന പറഞ്ഞു കഴിഞ്ഞു. ഡെയിൻ അത് അതുകൊണ്ടാണ് ഡെയിന് ചന്തു കൊണ്ട് നയിക്കുന്നത്. പറഞ്ഞ പോലെ ഒരു ഹൊറർ എലമെന്റ് വരുന്ന ഒരു ക്രൈം ത്രില്ലറാണ് പടം. അപ്പോ ഷാജി സാറിന്റെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള പടങ്ങൾ വിട്ട് ആള് അങ്ങനെ വർക്ക് ചെയ്യാത്തൊരു ഏരിയ ആണ്. അപ്പൊ അത് അങ്ങനത്തെ ഒരു മൂവിയാണ്. എങ്ങനത്തെ ഒരു മൂവി അല്ല, ചെറുപ്പകാലഘട്ടത്തിലേക്ക് ഇപ്പൊ ഡെയിൻ കണ്ടിട്ടുള്ള 2 പേരാണ് ലെജൻസ് ആണ്, ഷാജി കലസ്, രഞ്ജി പണിക്കർ. പക്ഷെ രഞ്ജി പണിക്കർ ഇതിനകത്ത് ആക്ടിങ്ങിലൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ രഞ്ജി പണിക്കർ മുഖം മാറി വന്ന ഒരു ജേക്കബിന്റെ സ്വർഗരാജു, ഓം ശാന്തി ഓശാനയൊക്കെ ചെയ്തിട്ട് പുള്ളിയുടെ ഒരു ഫേസ് മാറിയിട്ടുണ്ട്. ഇപ്പൊ വേറൊരു ആളായിട്ടാണല്ലോ. പക്ഷെ എങ്കിലും നമ്മൾ പഴയ ഹാങ് ഓവറിലേക്ക് ആയിരിക്കും നമ്മൾ പോയി സംസാരിക്കുക. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയും? അല്ല, രഞ്ജി സാറായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പറയുന്ന പോലെ അദ്ദേഹം ഉള്ള സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഞാൻ എന്നെ സംബന്ധിച്ച് എന്നേക്കാൾ സീനിയർ ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ പഠിക്കുന്ന ഓരോ പാഠങ്ങൾ പോലെയാണ്. കുറെ ഉണ്ട് പഠിച്ച പാഠങ്ങളൊന്നും പുറത്ത് അത് പറ്റത്തില്ല. അല്ല, അങ്ങനെ പറയുന്ന പോലെ എല്ലാം നമുക്ക് കിട്ടുന്ന അവര് ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്നത് പല രീതിയിലാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ബിഹേവ് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അപ്പൊ ഞാനൊരു അത്ര നാളൊരു സിനിമ തിയേറ്ററിലും ടിവിയിലും മാത്രം കണ്ടു വളർന്ന ഒരാളാണ്. എനിക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെ നടക്കുന്ന എല്ലാം എനിക്ക് അത്ഭുതവും എക്സൈറ്റ്മെന്റും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ അല്ലെങ്കിൽ ഇവരുടെ കൂടെ അല്ലെങ്കിൽ ഷാജി സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നത് ഞാൻ പണ്ടെപ്പോഴൊക്കെയോ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നു, അത്രേ ഉള്ളൂ. അവരെയൊക്കെ ലൈവായി കാണാൻ പറ്റുന്നു, അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്, രസമാണ്. അതിഥി 10ാം വളവാണ് ഞാൻ അവസാനം കണ്ടതെന്ന് തോന്നുന്നു. നല്ല ക്യാരക്ടറായിരുന്നു 10ാം വളവ്, നമ്മുടെ സുരാജേട്ടൻ്റെ കൂടെ. അതിനുശേഷം ബിഗ് ബെന്നിൽ കാണാൻ പറ്റിയിട്ടില്ല. നല്ല ക്യാരക്ടറാണെന്ന് പറഞ്ഞു കേട്ടു, പക്ഷേ കണ്ടില്ല. OTT തീർച്ചയായിട്ടും കാണാം. അതിഥി എങ്ങനെയാണ് ഈ ഇങ്ങനത്തെ ഒരു സിനിമയിൽ എക്സ്പീരിയൻസ്? എനിക്ക് ഈ ഹണ്ടിലെ എക്സ്പീരിയൻസ് ശരിക്കും വളരെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതുവരെ ചെയ്ത കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഹണ്ടിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ സീനിയോറിറ്റി കൂടുതലുള്ള ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാവരും സീനിയേഴ്സാണ്. അപ്പം അതിലേക്ക് വരുമ്പോൾ അവരുടേതായ ഒരു പാറ്റേൺ ഉണ്ട് ഷൂട്ടിങ്ങിൻ്റെ ആണെങ്കിലൊക്കെ. അപ്പോൾ അതെനിക്ക് പുതിയതായിരുന്നു. സാറിൻ്റെ ഒരു മീറ്റർ ഉണ്ട്, ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ അഭിനയിക്കുന്ന ഒരു അത് സാറിന് അറിയാം എന്താ വേണ്ട, ഒരു കറക്റ്റ് പോയിന്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. സാധാരണ എനിക്ക് അറിയാത്തതൊക്കെ ചില ഡയറക്ടേഴ്സ് വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി A to Z ഒക്കെ നമ്മൾ അതിൻ്റെ പുറകെ നിന്ന് പറഞ്ഞ് എനിക്കറിയില്ല ചിലതൊന്നും. പക്ഷേ സാറ് നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണെന്നുള്ള രീതിയിലാണ് നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആൾ എങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ അതേ മീറ്ററിൽ പിടിച്ച് നമ്മൾ നിൽക്കണം. അതൊരു വലിയ ചാലഞ്ചിങ് ആയിരുന്നു എനിക്ക് അഭിനയിക്കാൻ. അപ്പോൾ ത്രൂ ഔട്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ചേച്ചി പറഞ്ഞ പോലെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചിന്താമണിയുടെ സെറ്റിൽ ചേച്ചി പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ത്രൂ ഔട്ട് സെറ്റ് മൂവി തീർന്ന വരെ ടെൻഷനായിരുന്നു. എനിക്ക് നല്ല പേടിയായിരുന്നു. കാരണം സാറിനെ കാണുമ്പോഴേ എനിക്ക് ആ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അധികം അങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മൂവിയൊക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത്. ഒരു നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതിഥി അല്ലേ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ ഷാജി കലേസ് ആണ്. ഞാൻ പറഞ്ഞു സാർ പറയൂ. കാരണം ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല. ഷൂട്ടിൻ്റെ സമയത്തും അങ്ങനെ അധികം സംസാരിക്കുന്നതൊക്കെ കുറവായിരുന്നു ഞങ്ങൾ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, എഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ മോളെ കുട്ടി നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് അയ്യോ സന്തോഷം. ഞാനപ്പോൾ അങ്ങനെ ആലോചിച്ചു, ഇത് ആദ്യമേ കുറച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ടെൻഷൻ കുറച്ചിട്ട് ചെയ്യായിരുന്നു. അപ്പം ഞാൻ വളരെ ടെൻഷൻ അടിച്ചിട്ട് ചെയ്തൊരു സിനിമയാണ് ഹണ്ട്. കാരണം ഒത്തിരി ഫ്രീ ആയിരുന്നില്ല. പക്ഷെ അത് എൻ്റെ പ്രശ്നമായിരിക്കാം. എനിക്ക് കൂടുതൽ ഒരു ഭയഭക്തി ഉള്ളതുകൊണ്ട് അങ്ങനെ തോന്നിയായിരുന്നു എനിക്ക്. സാറ് പക്ഷെ വളരെ കൂളാണ്. സീൻ കഴിഞ്ഞാലും ആള് പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കെന്തോ പോയി സംസാരിക്കാനുള്ള ഒരു
ഭയം ത്രൂ ഔട്ട് ദ മൂവി ഷൂട്ട് തീരുന്നവരെ എനിക്കുണ്ടായിരുന്നു. അടുത്തതിൽ നമുക്ക് അത് അടുത്തതിൽ ഇനി അടുത്ത സാറിന്റെ പടം ചെയ്യുമ്പോഴേക്കും ഇപ്പൊ ഓക്കെ ആവും, കുഴപ്പമില്ല. പിന്നെ ഇവരുടെ കൂടെ ആയിരുന്നു എനിക്കെല്ലാം കോമ്പിനേഷൻസ് ഒക്കെ. അപ്പൊ ഞങ്ങളുടെ വൈബൊക്കെ പിടിച്ച് മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു പേടി ഉണ്ടായിരുന്നു. നമ്മള് ഷാജി സാറിനെ നമ്മൾ മനസ്സിലും കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള കുറെ ഒരു നമ്മളായിട്ടൊരു രൂപം സങ്കല്പിച്ചിരുന്നു. പക്ഷെ ആള് അത്ര പ്രശ്നം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. സാർ ഭയങ്കര സ്വീറ്റ് ആയിട്ടായിരുന്നു നമ്മളെ ഹാൻഡിൽ ചെയ്തതും. ഞങ്ങൾക്കൊക്കെ ആയിരുന്നു കോമ്പിനേഷൻസ്. അപ്പൊ ഞങ്ങള് ഈ ബ്രേക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഡയലോഗൊക്കെ മാക്സിമം ഡയലോഗ് തെറ്റാതെ പറയണം ആളുടെ മുമ്പിൽ എന്നൊക്കെ ഉള്ള ഒരു പേടിയൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് പഠിക്കുക അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ രസമായിരുന്നു. രാഹുൽ, അപ്പോ എനിക്ക് തോന്നുന്നു കന്നഡയിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഭാവനയ്ക്ക് ശേഷം പിന്നെ രാഹുലാണ് ഇപ്പം തെലുങ്കിൽ പോയി ചെയ്തു. കന്നഡ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ, ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്, രണ്ടെണ്ണേ ചെയ്തിട്ടുള്ളത്. രാഹുൽ ഇപ്പോ ഷാജിക്കല സിനിമ എന്ന് പറയുന്നത് വേറൊരു സംഗതിയാണ്. അതിനകത്തൊരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നതും വലിയ കാര്യമാണ്. മിക്കവാറും എല്ലാം പോപ്പുലർ സിനിമകളാണ്. ഈ കാലഘട്ടത്തിലും അദ്ദേഹം അത് നിലനിർത്തുന്നുമുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടിയായിരിക്കും നമ്മൾ ചെല്ലുന്നത്. ഇതിപ്പോ അത് കഴിയുമ്പോൾ, ഷൂട്ട് കഴിയുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയത്? ഇതും അതേപോലെ എത്താൻ കഴിയുന്ന ഒരു സിനിമ ആയിട്ട് തന്നെയാണ്. ആബ്സല്യൂട്ട്ലി. എന്തായാലും ഷാജിയേട്ടനൂടെ ഇപ്പോൾ രണ്ടാമത്തെ പടമാണ് വർക്ക് ചെയ്യുന്നത്. കടുവ എന്ന് പറയുന്നൊരു പടം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ ഒരു പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഡയറക്ടറിൻ്റെ മീറ്ററും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അദ്ദേഹം എങ്ങനെയാണ് ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഷാജി വാസ് വെരി ഈസി ടു വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഡയലോഗ്സ് ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ യുനോ യിൽ ബി വെരി, പുള്ളി പറയുന്ന രീതിയിൽ ഇപ്പോൾ അതിഥി പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ ഇങ്ങനെ സ്പൂൺ പറയും എന്താണ് എങ്ങനെ വേണം ഇതെന്ന്. അദ്ദേഹം ഹിൽ എക്സ്പെക്ട് യു ടു പെർഫോം. അതായത് ഇവിടെ ആയിരിക്കും പുള്ളിയുടെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എളുപ്പമാണ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. അപ്പോൾ വെരി കംഫർട്ടബിൾ, വെരി ഈസി ഗോയിങ്. പിന്നെ ഷാജിയേട്ടൻ്റെ ഒരു മാസ്റ്റർ ഫിലിം മേക്കർ ആണല്ലോ, കട്ട്സിൻ്റെ ആളാണല്ലോ. സോ അത് ഞാൻ രണ്ടാമത്തെ പടമാണ് വർക്ക് ചെയ്തത്. സോ അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റി. എങ്ങനെയാണ് പുള്ളിൻ്റെ ഷോട്ട്സ് ഇസ് വെരി അൺയൂഷ്വൽ. ക്യാമറ എവിടെയാണ് വെക്കുന്നതെന്ന് ബ്ലോക്സും സ്റ്റഡിയും എവിടെയായിരിക്കും ക്യാമറ നോക്കുമ്പോൾ എവിടെയെങ്കിലും വന്ന് ട്രാക്കിംഗ് ട്രോളി കുറേ ഷോട്ട്സും കുറേ ലെങ്തി ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ ലെങ്തി ഷോട്ട്സ് ഇപ്പോൾ എടുക്കുന്ന ആൾക്കാർ കുറവാണ്. പിന്നെ ക്ലാരിറ്റി ഉണ്ട് ഇവർക്കൊക്കെ എന്താണ് വേണ്ടത്. അൺനെസറി കുറേ ഷോട്ട്സ് എടുക്കൂല പല ആംഗിളിൽ നിന്ന്. അവർക്ക് വേണ്ടത് എഡിറ്റിംഗ് സെൻസ് നല്ലോണം ഉള്ളതുകൊണ്ട് അവർക്ക് ആ പടം എന്താണ് എങ്ങനെയാണ് അവർക്ക് വേണ്ടതെന്ന് ഓൾറെഡി ആവശ്യമുള്ള ഷോട്ട്സ് മാത്രമേ എടുക്കുള്ളൂ. സോ വൺസ് യു ഡെലിവർ കഴിഞ്ഞു രാഹുൽ പോവാം എന്ന് സിനിമയെ കുറിച്ചുകൂടെ കമൻറ്റ് പറയും. കാരണം എന്ന് വെച്ചാൽ ഈ ജോണർ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ നമ്മൾ ഈ ലോക സിനിമകൾ കാണുന്നു എന്നുള്ള അഹങ്കരിക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ നമ്മളെ പറ്റിക്കുക, പേടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ചെറുതായിട്ട് വിചാരിച്ചാലും പേടിപ്പിക്കാനൊക്കെ പറ്റും. നമ്മൾ എത്രയും നല്ല സിനിമകളിൽ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയായിരിക്കും ഒരു നമ്മുടെ പേടി എന്ന് പറയുന്നത് ഏത് കൈൻഡ് ഓഫ് ആയിരിക്കും? പണ്ടത്തെ പോലെ എങ്ങനെ പൂച്ചയും പല്ലിയൊന്നും ചാടിച്ചിട്ടൊന്നും നമ്മളെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളുകൊണ്ടൊരു പേടി ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കുമല്ലോ ഇത് മാനേജ് ചെയ്തേക്കുന്നത്. സൂപ്പർ നാച്ചുറൽ ത്രില്ലറാണ്. സോ ഞാനത് കൂടുതൽ പറയാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ പേടിപ്പിക്കുന്നു എന്നുള്ളൊരു അങ്ങനെ ഒരു ഹൊറർ പ്രേതം വരുന്നു അങ്ങനെ ഒരു പടം ഇല്ല. ഇത് ഹൊറർ എലമെന്റ്സോട് കൂടി ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. ഒരു ക്രൈം ത്രില്ലർ ആയിരിക്കും. ഒരു അന്വേഷണം എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ ആ എലമെന്റ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. മെയിൻലി അതിൽ പറയുന്നത് അതിൽ ഹൊറർ എലമെന്റ് ഉണ്ടെന്നുള്ളത്. കാരണം എനിക്കും അത് പറയണം. കാരണം ഹണ്ട് എന്ന് പറഞ്ഞ ഒരു ഹൊറർ മൂവി എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്തിട്ട് ആ ഒരു ഭയം ഉണ്ടാകും എന്ന് കരുതി സിനിമ കാണാൻ പോകരുത്. അത് ഹണ്ടിന്റെ പുറകിൽ അത് സിനിമ കാണുമ്പോൾ ഹണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് മലയാളികൾ നമുക്ക് പേടിപ്പിക്കാൻ പറ്റില്ല, അത് എല്ലാവർക്കും അറിയാം എന്നിരിക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു തുടക്കത്തിൻ്റെ അവസാനം വരെ ഇപ്പോഴാണ് പ്രേതം വരുന്നത്, നമ്മൾ ഞെട്ടാൻ പോകണോ, അങ്ങനെ എലമെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ബേസിക്കലി ടു ബി റിയലി ഓണസ്റ്റ് അതല്ല. എന്തുകൊണ്ട് ആ പ്രേതത്തിൻ്റെ എലമെന്റ് അവിടെ ഉണ്ടായി ആ സിനിമയിൽ? ആ എലമെന്റ് ഉണ്ടാവാനുള്ള റീസൺ ഉണ്ടല്ലോ. ആ റീസൺ ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് ഉണ്ടായിരിക്കും. ഈ എലമെന്റ്സ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിഭീകരമായിട്ട് നമ്മൾ ഞെട്ട് അതല്ല, അത് ഉണ്ടാക്കുന്നൊരു വാവ്, അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്, ആ എലിമെന്റിന്റെ ആ സോൾ എന്നൊരു പരിപാടിയെ എങ്ങനെ അവർ പ്രസന്റ് ചെയ്യുന്നു തന്നെ കൊള്ളാലോ എന്നാണ് തോന്നിപ്പിക്കാന്ന് എനിക്കൊരു പ്രിവ്യൂ കണ്ടപ്പം എനിക്ക് തോന്നുന്നു. അല്ല ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഞെട്ടി ധരിച്ച് ചില ജംപ് ഷോട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് അതല്ല സാർ ഇതിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റായിട്ട് നിഖിലും ഇതിൽ വിചാരിക്കുന്നത് ഇരിക്കുന്ന ആളുകളെ മൊത്തവും പേടിപ്പിക്കുക ശിവറിയിപ്പിക്കുക എന്നുള്ളതല്ല. അതിനകത്ത് ബേസിക്കലി ആ തോട്ട് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു എലമെന്റ് കൊണ്ടുവരുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അല്ലാതെ അത് പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാവരും അതിനെ സ്ട്രെസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഹോൾ ഓഡിയൻസ് ഇങ്ങനെ ഷാജി കൈലാസ് സാർ ഒരു ഹൊറർ കൊണ്ടുവരുന്നു, സാർ ഇത്രയും നല്ല തീപ്പൊരു സിനിമകൾ ഇത്രയും നമ്മൾ ഇമ്പാക്ട് ഉണ്ടാക്കിയെങ്കിൽ ഒരു
പ്രേതത്തിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഞെട്ടുവോ? തീർച്ചയായിട്ടും അതായിരിക്കരുത്, കുറച്ചും കൂടി ഇമോഷണൽ ഒരു ഡ്രാമ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന്. ഒരു കാമ്പുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പ്രൊമോഷനിൽ പറയാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. മനസ്സിലാക്കാൻ. അങ്ങനെയല്ലേ? അതെ, നമുക്ക് ഇതിലിപ്പോ ആരാ പ്രേതത്തെ കാണുന്നു? ഏതാണോ ചതിക്കാത്ത അല്ല, ചതിക്കാത്ത ചന്തു ഭയങ്കര രസമായിരുന്നില്ലേ? അത് വേറൊരു മൂഡിൽ പിടിച്ച പടമായിരുന്നല്ലോ. പിന്നെ ആ സമയത്ത് അതൊരു ആ ക്ലൈമാക്സിൽ അത് ഉണ്ട് എന്ന് പറയുന്ന ഒരു നുണയാണ് ആക്ച്വലി. അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ അത് പക്ഷെ അത് ഉണ്ട് എന്ന് ഇവർ തന്നെ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഫൺ ഇതാണ്. അത് ഒരു റിവീലിംഗ് പോലെയായിരുന്നു ഈ മാജിക്കിന്റെ എന്തൊക്കെ പിന്നെ ഈ മേക്കപ്പ് അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങള്, അതിന്റെ കുറെ ടെക്നിക്കൽ സൈഡ് പുറത്തു വന്നപ്പോ ഇതൊക്കെ ഇങ്ങനെയാണല്ലേ എന്നുള്ള സംഭവം കാണിച്ചത്. പക്ഷെ ആ ഡയലോഗ് എപ്പോഴും ഓടുന്നില്ലേ? പ്രേതാണോ? നമ്മളെ തന്നെ സിനിമയിൽ എത്ര പുള്ളിക്കാരുടെ ഡയലക്റ്റില്ല തൃശ്ശൂർ പരിപാടിയിൽ പറഞ്ഞുകൊണ്ടാണ്. അതെ, മറ്റേ കൊച്ചുപ്രേമ ചേട്ടനല്ലേ വന്നിട്ട് നീ ഏതാ കൊച്ചേ ഈ ഭാവനയുടെ സ്ലാങ്ങിനെ പല രീതിയിൽ ഇപ്പൊ പരിമളം മുതൽ ഇങ്ങോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഭാവനയുടെ സ്ലാങ്ങിനെ ഉപയോഗിക്കുന്ന സിനിമകൾ ഇപ്പൊ ചോട്ടാ മുംബൈയിലും രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ക്യാരക്ടറിന് കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. നമ്മളിപ്പോഴും ഓർത്തിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ആ സ്ലാങ് ഒക്കെ ഇങ്ങനെ ഉപയോഗിച്ച് അതിനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് നമ്മൾ പറയും. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫസ്റ്റിൽ പരിമളത്തിന് അവാർഡ് കിട്ടും. നമ്മളിന് അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അതിനതൊരു മെൻഷൻ വരുമ്പോൾ, സ്റ്റേറ്റ് അവാർഡ് മെൻഷൻ വരുമ്പോഴത്തേക്ക് എന്താണ് തോന്നിയത്? ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നൊക്കെ തോന്നിയോ? ഞാൻ അങ്ങനെ ഒന്നും ഭയങ്കരമായിട്ട് ആലോചിച്ച് ചെയ്തൊന്നുമല്ല. പരിമളമൊന്നും അങ്ങനെ അങ്ങനത്തെ ഒരു പ്രായമായിരുന്നില്ല. ജസ്റ്റ് ആ സമയത്ത് 16 വയസ്സ്. അപ്പൊ ഹാർഡ്ലി 15-16 എന്നൊക്കെ പറയുമ്പോൾ നമ്മള് സിനിമ ഇത്രയും വലിയൊരു മീഡിയം, നമ്മൾ അതിൽ അഭിനയിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ കമൽ സാറിന്റെ മുമ്പ് ചെയ്ത സിനിമകൾ പോലും ഞാൻ അത്രയ്ക്ക് അധികം ആലോചിച്ചിട്ടുള്ള ഒരാളൊന്നുമില്ല. അങ്ങനെ ആ മൂവി ഞാൻ ചെയ്തിട്ട് അതിലൊരു സ്റ്റേറ്റ് അവാർഡ് മെൻഷൻ വന്നപ്പോൾ ആ സമയത്ത് ഒരു സന്തോഷം എന്നല്ലാതെ അതിന്റെ ഒരു വെയിറ്റേജ് ഒന്നും നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. ഒന്നാമത് ആ സമയത്തൊക്കെ ഞാൻ വന്ന ടൈം ഇങ്ങനെ ലൊക്കേഷൻ ടു ലൊക്കേഷൻ ട്രാവൽ ആയിരുന്നു. നമ്മൾ ചെയ്യുന്നു, അപ്പോഴത്തേക്കും ഞാൻ സ്വപ്നക്കൂട് ചെയ്യുന്നു, പിന്നെ ഞാൻ CID മൂസ ചെയ്യുന്നു, ക്രോണിക് ബാസിൽ ചെയ്യുന്നു. അങ്ങനെ ഒരു ട്രാവലിംഗിലാണ്, ഇതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ആയിരുന്നു. ആണോ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അല്ലാതെ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഞാനെന്തോ കാര്യമായിട്ട് അത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇനി അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തതോ ഒന്നുമല്ല. അതൊക്കെ അങ്ങനെ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയത്. അല്ല നമ്മളങ്ങനെ പ്ലാൻ ഇപ്പോഴാണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്. നമ്മൾ ആലോചിക്കുമല്ലോ, ഇതൊരു മൂവി നമ്മൾ ചെയ്യാൻ പോകുന്നു. ഞാനിത് ഇവിടെ പലർക്കും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മൂവി നമ്മൾ ഈ മൂവി ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് തോട്ട് ആ സമയത്ത് എനിക്ക് സ്കൂളിൽ പോകണ്ടല്ലോ എന്നായിരുന്നു എൻ്റെ തോട്ട്. അങ്ങനെ ആലോചിച്ചില്ല. അതോ ഞാൻ സിനിമ ചെയ്യാൻ പോവുകയാണ്, ഇനി ഞാനിവിടെ ഒരു കലക്ക്, അതൊന്നും ഞാൻ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ അവാർഡ് വരുമ്പോ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? സത്യം പറയാം, എനിക്കിപ്പോ എന്തായിരുന്നു ഞാൻ ഭയങ്കര സന്തോഷമാണ്. യെസ്, ഓഫ് കോഴ്സ്. അതിന്റെ ഒരു വെയിറ്റേജും കാര്യങ്ങളും ഒക്കെ പിന്നീടാണ് നമ്മുടെ വീട്ടിൽ ആ ഒരു ഇത് കാണുമ്പോഴാണ് ശരിയാണല്ലേ എന്ന് തോന്നുന്നത്. അല്ലാതെ ആ സമയത്ത് അങ്ങനെ ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. അപ്പൊ ഭയങ്കര ഒരു നൈവായിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ അതിനെ പറ്റി ഒരുപാടൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു അപ്രീസിയേഷൻ എനിക്ക് തോന്നുന്നു ദൈവനാമത്തിലാണ് അപ്രീസിയേഷൻ കിട്ടുന്നത്. അത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ സീരിയസ് ആയിട്ട് നോക്കി കണ്ടു, കല എന്താണെന്നുള്ളത് മനസ്സിലാക്കിയൊക്കെയാണല്ലോ. അപ്പോൾ കിട്ടുന്ന ഈ അവാർഡുകളൊക്കെ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു ബലം കൂടില്ലേ, ഇങ്ങനെ ധൈര്യം കൂടില്ലേ? ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലേ എന്ന് തോന്നുന്നു. ബേസിക്കലി ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഒരു ടോംബോയിഷ് ആയിട്ടുള്ള, ഭയങ്കര ബബ്ലി ആയിട്ടുള്ള, ഭയങ്കര അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ ഒരുവിധം ക്യാരക്ടേഴ്സ് ഒക്കെ ലൈൻ ചെയ്ത് വന്നിരുന്നത്. ദൈവനാമത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൊള്ളാലോ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അതുവരെയും ഈ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ക്യാരക്ടർ അല്ലാതെ കുറച്ച് മാറി വന്നപ്പോൾ അതിന്റെ കുറെ കാര്യങ്ങൾ ജയരാജ് സാറൊക്കെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് എത്രത്തോളം ആ സമയത്തൊന്നും എനിക്കത് ഉൾക്കൊള്ളാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ ക്യാരക്ടർ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഇവളെന്ത് ഇങ്ങനെ എന്താണ് സഫർ ചെയ്ത് നിൽക്കുന്ന എന്തിനാ ഇതൊക്കെയാണ്. അപ്പോൾ ജയരാജ് സാറിനെ പറയാം, ആ ക്യാരക്ടർ സമീറയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, നീ അല്ല അത്, നിന്നെ മാറ്റി നിർത്തൂ എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുമ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഓരോന്ന് കേൾക്കുമ്പോൾ എന്തിനപ്പം ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് പോകുമല്ലോ. അങ്ങനെ ജയരാജ് സാറൊക്കെ പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുള്ള കുറെ വളരെ യങ് ഏജിൽ കല്യാണം കഴിച്ചു പോയി പിന്നീട് വരുന്ന കുഴപ്പങ്ങൾ അതൊക്കെ. സോ അവാർഡ് കിട്ടാന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു റെക്കഗ്നിഷൻ ആണ്. നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെയ്ത ഒരു വർക്കിന്
ഒരാൾ തരുന്ന ഒരു വാലിഡേഷൻ, ഒരു റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. മോർ റെസ്പോൺസിബിലിറ്റി അല്ലേ? അതെ അതെ അതെ. അതിഥി 12th മാനാണ് ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ. ഇപ്പം നമ്മൾ കുറച്ച് സിനിമകൾ ഇങ്ങനെ ചെയ്യുമ്പോഴും അതിഥി അധികം സെലക്ഷൻസ്, അതായത് എനിക്ക് ഒന്ന് നോക്കി സെലക്ട് ചെയ്യുന്നത് കൊണ്ടാണോ ഇല്ലെങ്കിൽ എന്താണ് കാരണമെന്ന് അറിയില്ല, ഒരു 10 വർഷത്തിനിടയ്ക്ക് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരാളാണ് അതിഥി എന്ന് പറയുന്നത്. അപ്പൊ ചന്തുക്ക് ഇപ്പൊ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞ സിനിമകൾ വരുന്നത് ചെയ്യുന്നുള്ളൂ. വരുന്നതിൽ നമുക്ക് നല്ലത് ചെയ്യാം, നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാം, അത് ഞാൻ നോക്കാറുണ്ട്. അപ്പൊ അതിൽ ചിലപ്പോ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോ ചില സിനിമകൾ ചെയ്യാൻ പറ്റാറില്ല, ചിലത്. പക്ഷെ എനിക്ക് എന്ത് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണം, അതാണ് എൻ്റെ അൾട്ടിമേറ്റ്. അല്ലാതെ ഞാൻ കുറേ സിനിമ ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് കുറേ അവാർഡ് അല്ല അതൊക്കെ കിട്ടി എനിക്ക് സന്തോഷമില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പം ഞാൻ വരുന്നതിൽ എനിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്. ഇവൻ ചെറിയ റോളാണെങ്കിൽ പോലും ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഹാപ്പി ആയിരിക്കും. ഞാൻ ചിലപ്പോൾ ചില സിനിമകൾ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ആ വർക്ക് ചെയ്യാൻ എൻ്റെ പാഷനാണ് സിനിമ ചെയ്യാന്നുള്ളത്. അതിൽ നിന്നുകൊണ്ട് എനിക്ക് വരുന്നതിൽ നല്ല ടീമിൽ എനിക്ക് എല്ലാം കൊണ്ട് ഹാപ്പി ആവുന്ന വർക്കുകൾ നോക്കി ചെയ്യുന്നത് മാത്രം. ഇപ്പോൾ കുറച്ചുകൂടെ ആവേശത്തിൽ സിനിമകൾ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ ഞങ്ങൾ വിസിബിലിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് ചന്തുവിൻ്റെ കാര്യത്തിൽ. അതൊരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രമിച്ചതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണോ, എന്താണ് അതേ സാഹചര്യം മാറിയൊന്നും? അല്ല, ഞാൻ 18ാം പടി കൂടെയാണല്ലോ എനിക്കൊരു മെയിൻ സ്ട്രീം റെക്കഗ്നിഷൻ കിട്ടുന്നത്. ആദ്യം കശ്മീരിൽ വന്നെങ്കിലും പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് ആക്ച്വലി എൻ്റെ കരിയർ ഭയങ്കര ബൂമിലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ബാക്ക് ടു ബാക്ക് ഫിലിംസ് ആയിരുന്നു. ഇമ്മീഡിയറ്റ്ലി ലാലേട്ടൻ്റെ പടം റാമൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര ഒരു എൻ്റെ കരിയറൊക്കെ സെറ്റായി. എനിക്ക് പെട്ടെന്ന് ഞാൻ ഈ ഖജരാവോ ഡ്രീംസ് പണ്ടൊക്കെയാണല്ലോ ഫാൻസി ആണല്ലോ സെറ്റുകളിലോട്ട് ഭാവന അത് വളരെ നാച്ചുറലാണ്. അന്ന് സെറ്റിൽ പോകുമായിരുന്നു, ആ റിയാലിറ്റി അങ്ങനെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഔട്ട് സൈഡിൽ സെറ്റിലോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് തിരക്കുള്ള ഐ വാസ് ലൈക്ക് ദാറ്റ് ഐ വൺസ് റാമിൻ്റെ സെറ്റിൽ നിന്ന് മറ്റേതൊരു ഖജരാവോ ഡ്രീംസ് ഡാൻസ് കളിക്കാൻ പോകുന്നു. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് മറ്റേത് ഇന്നോവ ഓക്കെ, ഞാനിത് എൻ്റെ ആഗ്രഹം എൻ്റെ സ്വപ്നമൊക്കെ ഇങ്ങനെ സ്പീഡിന് പൊക്കോണ്ടിരുന്ന ഇടിവിട്ട് പോലെ കോവിഡ് വീഴും. റാമിന്റെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ലാലേട്ടൻ്റെ വീട്ടിൽ പോകുന്നു. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ഫ്രാങ്ക്ലി, എനിക്കുണ്ടായ ഒരു ഇത് ലാലേട്ടൻ്റെ വീട്ടിൽ നമ്മൾ ഡിന്നർ കഴിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ആ ലോകം അങ്ങ് ഇതിലോട്ട് പോയി. മോഹൻലാൽ എൻ്റെ കൂടെ ചുമ്പൂമ വെച്ച് മോനെ എന്ന് പറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ ഓക്കെ ഞാൻ ഇന്നായില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഐറ്റം വരുന്നത്. എൻ്റെ ശമ്പളത്തിൽ നിന്ന്, സിനിമയുടെ ശമ്പളത്തിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഒരു കാറ് വാങ്ങിക്കുമോ ഞാൻ, ഹാരിയർ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന 2ാമത്തെ മാസം ഐറ്റം വന്നു കോവിഡ്. പിന്നെ അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. പിന്നെ ഒരു പിടിച്ചു കയറലുണ്ടാവുന്നതാണ് 12th മാൻ. അപ്പോൾ ജിത്തു സാർ ഇങ്ങനെ ഒരു പടം തരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഓക്കെ എന്നെ ആളുകൾ, അതായത് റാമിൽ നിന്ന് അഭിനയിച്ചിട്ട് സാർ എന്നെ വീണ്ടും ഒരു സിനിമയെ വിളിക്കുമ്പോൾ എവിടെയോ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തെങ്കിലും നമ്മളൊരു ക്വാളിറ്റി കാണുന്നുണ്ട്. അത് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ ആ കഷ്ടപ്പാട് നമ്മൾ എടുക്കാൻ തയ്യാറായതിൻ്റെയൊക്കെ റിസൾട്ടാണ് ദൈവത്തിൻ്റെ സഹായം, വീട്ടുകാരുടെ സഹായം ഒരു കൂടെ നിന്നുകൊണ്ടും എനിക്ക് കഞ്ഞിക്കറി ഉണ്ടാക്കി തരാൻ എൻ്റെ വീട്ടുകാരുണ്ടായിരുന്നുകൊണ്ടും അങ്ങനെ വന്നതാണ്. പിന്നെ പടങ്ങൾ മാറി എനിക്ക് ആ കിട്ടിയ ഭൂമൻ അല്ലെങ്കിലും പിന്നെ വന്ന് പറഞ്ഞ അത് നേരത്തെ പറഞ്ഞു. നമ്മൾ വേറെ ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇന്റർവ്യൂസ് ചോദിക്കും ഇങ്ങനെ ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. യു ഹാവ് 10 scripts ഫ്രം വിച്ച് യു ആർ ടേക്കിംഗ് 2, അതേ ഉള്ളൂ. അല്ലാതെ ഇത് ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ പറയാനുള്ള ഇതിലോട്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യുന്നില്ല. ചേട്ടൻ പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും എന്നാൽ കുറേ സിനിമകൾ ഞാൻ കളഞ്ഞിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു സോളിഡ് ചോയ്സ് എടുക്കാൻ വേണ്ടി അത് കളഞ്ഞാൽ അടുത്തത് വരും. അങ്ങനെ ഉറപ്പിലേക്ക് എത്തുന്നത് ഇപ്പോഴാണ്. ഫീനിക്സ് കഴിയുമ്പോഴാണ് എനിക്ക് ബേസിക്കലി അങ്ങനെ ഒരു ഇപ്പം ലീഡ് മൂവിയിലേക്കൊക്കെ എനിക്ക് എൻ്റെ ഞാൻ ആരെയും മറ്റൊരാൾ പറയുന്ന പോലെ ആയിരിക്കില്ല ഞാൻ എൻ്റെ സിനിമയെ കാണുന്നത്. കുറേ ക്യാരക്ടേഴ്സ് ചെയ്ത് പോയാൽ മതി അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. വളരെ ഗ്രീഡി ആയിട്ട് എൻ്റെ ഷോൾഡർ എനിക്ക് ബാങ്കബിൾ ആയിട്ടുള്ള ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്, അത്യാഗ്രഹമുള്ള. അപ്പം ഫിനിക്സ് കഴിഞ്ഞ് അങ്ങനെ ഒരു ലീഡ് ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഐ ഫീൽ ഇത് കുറേ സീരിയസ് ആയിട്ട് ഞാനിത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം. ആവുമോ ഉള്ളത് ബാങ്കബിൾ ഹീറോ ആവുമോ എന്നൊക്കെ ഉള്ളതൊക്കെ പിന്നെയുള്ള വിഷയമാണ്. നമ്മുടെ വരെയും നമ്മുടെ സമയവും ഒക്കെയാണ്. ബട്ട് ഐ എം എൻജോയിങ് ദ പ്രോസസ്. ഇപ്പം ചേട്ടൻ ചോദിച്ചാൽ വിസിബിലിറ്റി കൂടുന്നെങ്കിൽ അത് 8 വർഷമായി. 8 വർഷം കൊണ്ട് അതിൽ 3 വർഷം കോവിഡ് കൊണ്ടുപോയി എങ്ങനെ ആ കയറ്റം ഉണ്ടല്ലോ. ബട്ട് ദ സ്ട്രഗിൾ ഈസ് റിയൽ. റിയൽ സ്ട്രഗിളാണ്. നമ്മൾ നിലനിൽക്കുക, സിനിമ വരിക എന്ന് പറയുന്നത് ഒരു കഴിവുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ വന്നാൽ ഭാഗ്യം, നിലനിൽക്കുക എന്നുള്ളതാണ് ഞാനിപ്പം കാണുന്ന ഏറ്റവും വലിയ. ഡെയിന് ഈ പറയുന്നത് പോലെ ടെലിവിഷനിലെ സൂപ്പർ സ്റ്റാർ ആണ്, പ്രോഗ്രാംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാവന അതാ നേരത്തെ പറഞ്ഞല്ലേ, ഭാവന ഒരു കോളേജിൽ പോയപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം എണീറ്റ് അതെ ആശാന്റെ ഫാൻസ്
ഡെയിൻ അത് അവിടെ നിന്ന് ഈ ഷിഫ്റ്റ് ആയല്ലോ ഇപ്പൊ. പക്ഷെ ഇവിടെ നമ്മള് ഇവരുടെയൊക്കെ കൂടെ ഇങ്ങനെ ട്രോളൊക്കെ വാങ്ങിച്ച് നടക്കുന്നതേ ഉള്ളൂ. ഈ ഒരു പറഞ്ഞില്ലേ, ചന്തു പറയില്ലേ, അതേപോലെ ഒരു ഏർലി സ്റ്റേജിലാണ് ഡെയിൻ. പക്ഷെ ഗ്രിപ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങിയോ? എന്താണ് അവസ്ഥ? ഉറപ്പായിട്ടും കോൺഫിഡൻസിന് ഒരു കുറവില്ല. കോൺഫിഡൻസ് മാത്രമാണ് നമ്മുടെ ഒരു ബലം. നമ്മളെ എവിടെ കൊണ്ടിട്ടാലും നമുക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം പണ്ടേ ഉണ്ട്. എന്നാലും ചില സമയത്തൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ പല വഴിക്ക് ചോർന്നു പോകും. പക്ഷെ ഈ പറയുന്ന പോലെ നമുക്ക് വരുന്ന ഒരെണ്ണം കഴിഞ്ഞ് അടുത്തൊരു വർക്ക് വരുമ്പോ, അല്ലെങ്കിൽ ഇപ്പോ ഷാജി സാർ ഇപ്പൊ ഈ ഹണ്ട് എന്ന് പറയുന്ന മൂവിയിലേക്ക് നമ്മൾ വിളിക്കുമ്പോ, ഷാജി സാറിന്റെ പടം നമ്മള് ചെറുപ്പത്തിൽ അത്രയും കണ്ടിട്ടുള്ളതാ. അപ്പോ അദ്ദേഹം നമ്മളിപ്പോ നമ്മുടെ ഏതെങ്കിലും ഒരു വർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് നമ്മളെ ഒരു ക്യാരക്ടറിന് വേണ്ടി കാസ്റ്റ് ചെയ്യുമ്പോ ഓക്കെ, എന്തോ പരിപാടി നമ്മുടെ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അപ്പൊ നമുക്ക് കൂടും. അപ്പൊ അത് ഒരു സെൽഫ് ബൂസ്റ്റിംഗ് ആയിട്ട് കിട്ടുന്ന വർക്കിനനുസരിച്ചാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അത് കാരണം ഇപ്പൊ ചന്ദ്രചാണ്ട പോലെ എനിക്ക് അങ്ങനെ കുറെ പടം അങ്ങനെ പരിപാടികളൊന്നും ഇല്ല. വരുന്ന പടങ്ങളില് പിന്നെ ഞാൻ ഷോയൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കേണ്ട ഒക്കെ ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പൊ അത് കാരണമാണ് ഞാൻ കൂടുതൽ എനിക്ക് മൂവീസ് വിടേണ്ടി വന്നിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ ക്യാരക്ടറിന്റെ പരിപാടി ഞാൻ കൂടുതൽ എനിക്ക് ക്യാരക്ടേഴ്സ് കുറെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ എനിക്ക് നേരത്തെ ചന്ദ്രചേട്ടൻ തന്നെ പറഞ്ഞു, അതായത് പുള്ളി ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ സിനിമ അല്ലെങ്കിൽ പെർഫോമൻസും പരിപാടികളൊക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് മാക്സിമം എന്നെ എക്സ്പ്ലോർ ചെയ്യാൻ, എനിക്ക് ചെയ്യാൻ പറ്റാത്ത എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുക. അതിപ്പോ ചെറിയ സീനാണെങ്കിലും വലിയ സീനാണെങ്കിലും ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടിവിന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ് കൂടെ കയ്യിലുണ്ട്. ടിവിന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ചൊരു ഗ്രിപ്പ് കിട്ടി, അതൊരു കോൺഫിഡൻസ് ആയിരുന്നു. വലിയ ഗ്രിപ്പ് കിട്ടിയെന്നല്ല, എനിക്കൊരു ബാക്കപ്പ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഫിനാൻഷ്യലി എനിക്ക് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു എന്റെ ഫാമിലിക്ക്. അപ്പോ അത് എനിക്ക് അത് സോൾവ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്കൊരു ഗ്രിപ്പായിരുന്നു. അത് ഞാൻ ഈ ഷോവും ടെലിവിഷൻ ഷോസും ഒക്കെ ചെയ്തതിനാണ് എനിക്ക് കൂടുതലായിട്ട് ഫിനാൻഷ്യൽ ഒരു ഇൻകം, എനിക്കൊരു സ്റ്റേബിൾ ആയിട്ട് പോവാൻ പറ്റുന്നത് അവിടെ നിന്നുള്ള ഒരു ഇൻകം ആണ്. അപ്പൊ അത് കാരണം എനിക്ക് ഓക്കെ, ഒരു സിനിമയില് വന്ന് നല്ല ക്യാരക്ടറാണ്, പൈസ ഇല്ല, ബഡ്ജറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലാണല്ലോ പ്രൊഡക്ഷൻ ഉണ്ടാവുക. പല ചെറിയ നല്ല ബഡ്ജറ്റ് ചെല്ലാൻ കേട്ടോ, അങ്ങനെയുള്ളവർക്കും ചെല്ലാൻ അല്ല നല്ല ഉറപ്പായിട്ടും എനിക്ക് സിനിമ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഈ ഷോ ഒക്കെ ചെയ്യുന്നോണ്ട് എനിക്കൊരു ചെറിയൊരു ബാക്കപ്പ് കിട്ടിയപ്പോ എനിക്ക് അങ്ങനെ ഞാൻ അത്തരത്തിൽ ഇങ്ങനെ ബഡ്ജറ്റ് കുറവാ അതിന്റെ പേരില് പടം വിടാമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല ക്യാരക്ടറാണ്, നല്ല സിനിമയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ട്, ചെയ്യാന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി. രാഹുൽ, ഈ സ്പേസ് ഉണ്ടാക്കിയെടുക്കുക, ഉറപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ബിസിനസിന്റെ ഭാഗം കൂടിയാണ്. നമ്മൾ നിൽക്കുന്ന സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പം നായകന്മാരൊക്കെ ഹോൾഡ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് തന്നെ അവര് തന്നെ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബിസിനസിന്റെ ഭാഗമാണ് അവരൊന്ന് തന്നെ അറിയാം. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പം രാഹുലും ഒക്കെ ചിന്തിക്കുമ്പോൾ ആ തരത്തിൽ തന്നെയാണോ ഇത് ചിന്തിക്കുന്നത്? ക്യാരക്ടേഴ്സ് ഒക്കെ ചില സിനിമകളൊക്കെ ചെയ്യുമെങ്കിലും അങ്ങനെ ഒരു ഡിസൈൻ വർക്കും കൂടെ നമ്മുടെ മനസ്സിനകത്ത് നടക്കണ്ടേ? നിങ്ങൾ പറഞ്ഞ 100% കറക്റ്റാണ്. അതായത് സിനിമ കച്ചവടമാണ്, അതങ്ങനെ വേണം നോക്കാൻ. സിനിമ ഷോ ബിസിനസ് എൻ്റെ ഒരു ഞാൻ പക്ഷെ അങ്ങനെ ഒത്തിരി ചിന്തിക്കാറൊന്നുമില്ല. നോട്ട് ടു സെലക്ട്. നല്ലൊരു ആക്ടർ ആവണം. ആദ്യം തുടക്കകാലത്തൊക്കെ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് അതിന് പുറകെ ഓടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആരോ നല്ല രീതിയിൽ നല്ലൊരു ഒരു കാര്യം പറഞ്ഞിരുന്നു. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. ഇപ്പോൾ നമ്മുടെ ചുറ്റും കുറേ ചിത്രശലഭം, പൂമ്പാറ്റകൾ കുറേ ഉണ്ട്. ഇപ്പോൾ ഒരാൾ 10 എണ്ണം പിടിച്ചു. അപ്പം കൂടെ നിൽക്കുന്ന ഞാനും എങ്ങനെയെങ്കിലും പിടിക്കും. അപ്പം പിടിക്കടാ, നീ പിടിക്കടാ, നിനക്ക് പറ്റടാ, പിടിക്കണം. നമ്മളിത് ആൾക്കാർ ചോദിച്ചു ചന്തു എങ്ങനെ പിടിക്കും, ഭാവനത്തെ എങ്ങനെ പിടിക്കും, ഈ സാധനത്തിനെ എല്ലാവരും പറയുന്നു, ചോദിക്കുന്നു, കഷ്ടപ്പെടുന്നു. നമ്മളതിന് പുറകെ ഓടുന്നു, ചാടി പിടിച്ച് 10 എണ്ണത്തിൽ കഷ്ടപ്പെട്ടൊരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിന് പിടിച്ചു. അപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾക്കാർ അടിപൊളി രാഹുലും പിടിച്ചു വരണം. അതൊരു വഴി. വേറെ വഴി, നമ്മളിപ്പോൾ ഇരിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ചിത്രശലഭങ്ങൾ, ഈ പൂമ്പാറ്റകളൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ അറിയാണ്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കൂടെ നമ്മുടെ മുകളിൽ ഇരിക്കുന്നത്. ദാറ്റ് ഇസ് അനദർ വേ. വാട്ട് യു ഗോ ബിഹൈൻഡ് മൈറ്റ് നമ്മൾ സമയം എന്ന് പറയുന്നതും ഐ തിങ്ക് ഇറ്റ്സ് എ ബിഗ് ഫാക്ടർ. ഇപ്പോൾ ചന്തു പറഞ്ഞ പോലെ കോവിഡ്, പുറിഞ്ഞു മറിയും ജോസ് എന്ന് പറയുന്നൊരു സിനിമ, അതെനിക്ക് നല്ല പുഷ് കിട്ടിയൊരു സിനിമ. ആഫ്റ്റർ എ ലോങ് ടൈം നല്ല അപ്രിഷിയേഷൻ കിട്ടിയ സിനിമയാണ്.
പക്ഷെ അത് ആ പടത്തിന് ശേഷം നിങ്ങൾ പറയുന്ന പോലെ ഓക്കെ നല്ല സ്ക്രിപ്റ്റ്സ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഐ ഹാഡ് ലൈൻഡ് അപ്പ് 4-5. പക്ഷെ കോവിഡ് വന്നു, നാളെ എന്താവും എന്നറിയില്ല. ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ ബാക്ക് ഔട്ട് ചെയ്തു. സോ നമ്മൾ ആ വേവ് റൈഡ് ചെയ്യുക എന്ന് പറയുന്നില്ലേ, അതൊരു വലിയ ഫാക്ടർ. ആ വേവ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ റൈഡ് ചെയ്ത് പോകും. അത് നടുവിൽ പല ആൾക്കാർക്ക് പല രീതിയിലായിരിക്കും നിൽക്കുന്നത്. സോ അഗെയിൻ അത് ആ ഗ്യാപ്പ് വന്നപ്പോൾ യു മൈറ്റ് ഹാവ് ടു സ്റ്റാർട്ട് അഗെയിൻ. സോ യു ഗോ വിത്ത് ദ ഫ്ലോ. അതാണ് എൻ്റെ ഐ തിങ്ക് ദാറ്റ് ഇസ് ഹൗ ഐ ഗോ. കുറച്ച് ഫിലോസഫിക്കലാണ് കേട്ടോ. കണ്ടോ, കണ്ണ് മാത്രമല്ല, ഒറിജിനൽ ഫിലോസഫി ഉണ്ട് കയ്യിൽ. അല്ലെ, ഇപ്പൊ ഞാൻ പറഞ്ഞിടത്തോളം മനസ്സിലായെന്നറിയില്ല. അത് പോയ വഴി കിട്ടിയില്ലെങ്കിൽ അടിച്ച് എന്താണ് അത് പറയുക, പോയ വഴി ഇല്ല, അതൊരാളുടെ ക്യാരക്ടറിന് വെച്ച് വേറൊരു പരിപാടി. അത് പഴഞ്ചൊല്ലി ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് ആവർത്തിക്കേണ്ടതായിരിക്കാം. ഭാവന, ശരിക്കും ഹണ്ട് ഈ തരത്തിൽ വിജയിക്കുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭാവനയ്ക്ക് ഈ സിനിമ കണ്ടോ എന്ന് എനിക്കറിയില്ല. എക്സ്പെക്ട് ചെയ്യുന്നത് ആ തരത്തിൽ തന്നെ സ്വീകരിക്കപ്പെടുമോ? ഇപ്പം പല സിനിമകൾ പല ജോണറിൽ വന്നിട്ട് ഇപ്പം ഗഗനചാരി പോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ പോലും നമുക്ക് ഇവിടെ ഹിറ്റാക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം അത്തരം ഒരു സിനിമയെ നമുക്ക് സക്സസ് ആക്കാൻ കഴിയുമെങ്കിൽ നമ്മളെ ഇൻഡസ്ട്രി അത്രയും നന്നായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളത് വിശ്വസിക്കുന്നുണ്ട്, കുറച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ. അപ്പം ഇതും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹണ്ടിൻ്റെ ഒരു പ്രതീക്ഷ എന്തായിരിക്കും? ഹണ്ടിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ ഷാജി കൈലാസ് സർ ചെയ്യുന്ന ഒരു ഹൊറർ ഫിലിം എന്നുള്ളതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. പിന്നെ ഒരു ഹൊറർ മൂവിക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഒരുവിധം നമ്മൾ കണ്ടുവരുന്ന ഹൊറർ മൂവിക്കൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. വളരെ എന്താ പറയുക, ഒരു ഇൻജസ്റ്റിസ് നടന്നിട്ടുള്ള ഒരാൾ മരിച്ചിട്ടുണ്ടാവും. അയാളുടെ ലൈഫിൽ ഇൻജസ്റ്റിസ് കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് തിരിച്ചു വന്നിട്ടുള്ള ഒരു റിവെഞ്ച് എന്നുള്ളൊരു പാറ്റേൺ ഒരു ഹൊറർ ഫിലിമിൽ നമുക്ക് എപ്പോഴും കാണാം. അത് മരിച്ചുപോയ ഒരാൾ ആ സോൾ വേറൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. മേ ബി പൊസസ്ഡ് ആവാം. അവർ ദർ കമ്മിങ് ബാക്ക്, അല്ലെങ്കിൽ ഹി ഓർ ഷീ ആരാണ് അത് സംഭവിച്ചത്, അവർ തിരിച്ചു വന്ന് അവർ റിവെഞ്ച് എടുക്കുന്നു എന്നുള്ളൊരു പാറ്റേൺ എല്ലാ ഹൊറർ ഫിലിമിലും ഉണ്ട്. ഈവൻ ഇഫ് ഒരു ജാപ്പനീസ് ഹൊറർ ഫിലിം ആണെങ്കിലും ഹോളിവുഡ് ആണെങ്കിലും ഒക്കെ അൺഫിനിഷ്ഡ് ബിസിനസ് എന്നുള്ളൊരു സംഭവത്തിനാണ് തിരിച്ചു വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അങ്ങനെ ഒരു പാറ്റേൺ ഇതിലും ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആസ് എൻ ഓഡിയൻ ഒരുപാട് ഹൊറർ ഫിലിംസൊക്കെ ഓഡിയൻസും കാണുന്നുണ്ട്. ഞാനും ഒരുപാട് ഹൊറർ ഫിലിംസ് കാണുന്ന ഒരാളാണ്. സോ അങ്ങനെ വെച്ചൊരു ഒരു കമ്പാരിസൺ ഉണ്ടാവാതിരിക്കട്ടെ. ലൈക്ക് എ ഫ്രഷ് മൈൻഡ് വന്ന് കണ്ട് അവർ തീരുമാനിക്കട്ടെ എന്നേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തീരുമാനിക്കട്ടെ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. ട്രെയിലറിന് കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റുമായിട്ട് പോകണ്ട. ജഡ്ജ്മെൻറ്റിൽ ഇല്ലാതെ തന്നെ പോയി കാണുക, എന്നിട്ട് അഭിപ്രായം പറയുക. തീർച്ചയായിട്ടും ഷാജി കൈലാസ് നമുക്ക് നല്ല പടങ്ങൾ തന്നിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും ഒരേപോലെ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ മനസ്സും എൻ്റെ മനസ്സും ഒക്കെ ഏതാണ്ടൊക്കെ ആ സിനിമയെക്കുറിച്ച് ഇങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുക എന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ പ്രേക്ഷകർ അങ്ങനെ തന്നെ ചിന്തിക്കട്ടെ, അങ്ങനെ തന്നെ പോയി കാണുക. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.